ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സം സ്ട്രൈക്ക്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ സാം. ഞാൻ ശ്രീഹരി. കോട്ടപ്പടി ഇതാ പോകുന്നു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. എവിടെയാ? എനിക്ക് ഈ റെക്കോർഡ് കണ്ട് നടക്കാൻ തന്നെ തീരെ തിരക്കില്ലല്ലേ? ഇനി ഞായറാഴ്ച അല്ലേ, കുറ്റം പറയാൻ പറ്റും. ടിപ്പിക്കൽ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ചെക്കൻ അവിടെ ടിക്കറ്റ് എടുക്കാൻ കയറിയേക്കാണ്. ഞായറാഴ്ച ആളുകളാണ്. അടുത്ത അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാനും പോകാത്ത. എത്രടാ? ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് ഇതാ. പിന്നെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാനൊക്കെ 25 രൂപ. ഫോണിലാണെങ്കിൽ മാത്രം. ഇതിൽ വേറെ ഉണ്ട് ക്യാമറയ്ക്ക്. അവിടെ ഉണ്ടല്ലോ 25. പക്ഷേ പ്രൊഫഷണൽ വീഡിയോഗ്രാഫി വരുമ്പോൾ നല്ല പൈസ ഉണ്ട്. ഈ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലല്ലോ വന്നിട്ടുള്ളത്. നമ്മൾ പുന്നത്തൂരുള്ള ആനക്കോട്ടയിലാണ്, ഗുരുവായൂർ ആനക്കോട്ട. കേരളത്തിൻ്റെ തന്നെ കൂടുതൽ ആനകളുള്ള, കേരളത്തിലല്ല ഇന്ത്യയിൽ വേണം. ഇന്ത്യയിൽ ചിലപ്പോൾ ഇരിക്കും 41-42 ആനകളുള്ള. അല്ലേ, ആ കാടുകളല്ല, നാട്ടാനകളുള്ള സ്ഥലം. ഈ ആന മതപ്പാടിലാണ് കണ്ടത്. ഇവനവനാണ് ഇവനാണ്. അപ്പം സൂക്ഷിച്ച് കൊണ്ട് പെരുമാറിയില്ലെങ്കിൽ അവൻ നമ്മളെ എറിഞ്ഞു കൊല്ലും. ഈ വൈറസ് വെച്ചിട്ടുണ്ട. ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ നിൽക്കണ പോലെ കിടന്ന് അധികം ഡാൻസ് കളിക്കാൻ നിൽക്കാണ്ട് മര്യാദയ്ക്ക് മാറിപ്പോവുക. മലയാളത്തിലും ഇംഗ്ലീഷും ഹിന്ദിയിലൊക്കെ എഴുതിയിട്ട് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പുന്നത്തൂർ കോട്ടയിലാണ്. ഇത് പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ കോട്ട, പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടൂ. നന്ദന ആര് പറഞ്ഞു? അവിടെ എഴുതി, അവിടെ നന്ദൻ എന്ന് പറഞ്ഞ എഴുതി പേര്. അല്ല, ആനയുടെ പേരുകൾ വേറെ എവിടെയും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. അതാ ഞാൻ അറിഞ്ഞു. ഇതാണ് മറ്റേ പുന്നത്തൂർ കോവിലോ. ഇതാ ഭയങ്കര നോവൻഡ്രടാ. നോവൻഡ്ര ഉള്ളി കയറാൻ പറ്റില്ല. നല്ല ഭംഗിയിട്ടല്ലോ ഫ്രണ്ടിന് വലിയ മരം. ഇത് ആലല്ല, ഇത് എന്താ ഇത് ആലല്ല. ആലിൻ്റെ അല്ല എങ്ങനെ ഉണ്ടാവുക? ആലെന്നല്ല, ഇത് വേറെ ഏതും വരും. ആലാണ്, പാലാണ്. 2-3 കളറുണ്ട്. ഇത് എന്തത് മിക്സഡാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ അതായത് പിന്നുള്ള സമയം. പക്ഷെ ഇതിൽ എഴുതിയിട്ടുള്ള അങ്ങനെയാണ്, ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളതാണ് ഞാൻ പറയണത്. പക്ഷെ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ തിരിച്ചാണ്. അങ്ങനെയാവും ചിലപ്പോ. അമ്പലം തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അമ്പലത്തിൽ കയറാനുള്ള സമയം അവിടെ ചിലപ്പോ. അങ്ങോട്ട് പോകേണ്ടതൊന്നുമില്ലേ? അറിഞ്ഞൂടെ, പോകുമ്പോ അറിയില്ല. അങ്ങോട്ട് പോകാം. എങ്ങോട്ട്? അങ്ങോട്ടാണോ വഴി? ഞങ്ങൾ ഇത് പേര് പറയല്ലോ, നമുക്ക് തെച്ചിക്കോട്ട് രാമ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു അമ്പലത്തിന്റെ പേരൊക്കെ പറയില്ല നമ്മൾ. ഗുരുവായൂരുന്നുണ്ട്. ആണോ? ഇതൊക്കെ ഗുരുവായൂർ രാസത്തിന്റെ ആനകളൊക്കെ. ഓ, അതെനിക്കറിയണ്ടായില്ല. ഇത് ഗുരുവായൂർ രാസത്തിന്റെ ആനകളല്ല. അപ്പൊ ആനകൾ ദേവസ്വം എടുത്ത ശേഷമാണോ ഇവിടെ എത്തുന്നത്? നടക്കില്ലേ? ഓ, ഇവനേതാ? ഇതിലൊന്നും പേരില്ലേ? മുന്നേ ഈ ആനകൾക്കൊക്കെ ഫ്രണ്ടിൽ പേരുണ്ടായിരുന്നു. മാറ്റിയാണ് ഈ നമ്മള് ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ നിൽക്കണ പോലെ ആന അവിടെ ഇതൊക്കെ നിൽക്കണ്ടല്ലേ. ഇവിടെ ആനക്കുള്ള ഇതാണല്ലോ ഇതൊക്കെ, വലിയ ഇതായിട്ടാ. പിന്നെ എല്ലാവരും അവിടെ നിന്ന് കളിക്കണ്ടല്ലോ. പേര് കിട്ടില്ല, കണ്ടിട്ട് കുറച്ച് കുറുമ്പനാന്തോണ്ട്. കണ്ടിട്ട് കുറച്ച് കുറുമ്പനാന്തോണ്ട് ചിലപ്പോ പേര് കിട്ടും അവനെ. അല്ലെന്ന് കണ്ടിട്ട് തല ആടണ കണ്ടിട്ട് കുറച്ച് കുറുമ്പനാന്ന് തോന്നുന്നു.
പറഞ്ഞ ഒരു ആരെങ്കിലൊക്കെ ഉണ്ടാവൂലല്ലോ. അമ്പലാവില്ലടാ, അമ്പലമാണെങ്കിൽ ഇങ്ങനെ ഇവിടെ വരെ നിർത്താൻ സമ്മതിക്കൂ. ആ അമ്പലമായിരുന്നു തോന്നുന്നു. കോട്ടയുടെ സ്ഥലമാണല്ലോ. ഇപ്പൊ ഗുരുവായൂരിന്റെ സ്ഥലമല്ല, ഇത് ഗുരുവായൂരിന്റെ സ്ഥലമല്ലേ? ഈ വഴി അവിടെ അടച്ചേക്കല്ലേ? ആ ഞാൻ വണ്ടി എണ്ണ എത്ര എണ്ണ എടുത്തോട്ടാ. വേട്ടട്ടാ, ഇത്രയും വലിയ ആന ഇത്ര ലോങ് എന്ന് കാണില്ലല്ലേ. അവിടെ നിൽക്കുന്നുണ്ട് ഒരുത്താൻ. ഇതിനിപ്പോ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇതിപ്പോ എല്ലാ ആന ഒരുപോലെ ഉണ്ടല്ലോ. ഇപ്പൊ എന്തൊരു വ്യത്യാസമുള്ള എല്ലാ ആനകളും തന്നെയല്ലേ? എല്ലാ ആനകളൊക്കെ എന്ത് വ്യത്യാസം എന്നൊക്കെ. ടീംസ് എളുപ്പല്ലേ. ഐ ആനയുടെ എഴുത്തുണ്ടല്ലോ. പിന്നെ അത്ര ഇഷ്യൂ ഇല്ലാന്നുണ്ട്, അതുകൊണ്ടാണ് ഗ്യാപ്പ് ഇട്ടേക്കണം. പിന്നെ അത്രയ്ക്ക് ഇഷ്യൂ ഇല്ലാന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഒന്നും ഇടാത്തതുകൊണ്ട് തോന്നുന്നുണ്ട്. വേണ്ട, നമ്മുടെ ഭാഗ്യം പറയാൻ പറ്റില്ല. ഇത്ര അടുത്ത് നിന്നിട്ട് കാണുന്നത് ആദ്യമായിട്ടാ. ഇവൻ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണോ? ഉമ്മാരൊക്കെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, തോട്ടി വെച്ച് കഴിഞ്ഞാലേ പാപ്പാൻ തിൻ്റെ ഉണ്ട് എന്നുള്ളൊരു ഇതിലാവാൻ നിൽക്കുക. ഇവിടെ അവിടെയൊക്കെ ഇതുണ്ട്, പക്ഷെ അവിടെ ഇതില്ല. നമ്മൾ നാട്ടിലുണ്ടായിരുന്നു ഞാൻ സംഭവിച്ചു. ഇവിടെ ചെയ്യാണ്ടാവും, തോട്ടി ചെയ്യണ്ട. ആനയ്ക്ക് ആ ഒരു സൈഡ് കാണാൻ പറ്റില്ലോ. ഇല്ലേ തോട്ടി വെക്കുന്ന ചട്ടത്തിന് പിന്നെ ഉണ്ടോന്ന് ഞാൻ വിചാരിക്കാണ്. ആളവിടെ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കില്ല. അതവിടെ ഉണ്ടോന്നുണ്ടെങ്കിൽ ആന എൻ്റെ പാപ്പാൻ ഉണ്ടെന്നാണ് അതിൻ്റെ മനസ്സിൽ. അവൻ പിണങ്ങിക്കണോ? ഇത് അവനോട് ചോദിക്കും. പട്ടപ്പുറത്തിട്ടേക്കണം എടുത്ത് തിന്നിക്കണം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടാ. അവസാനം ചോദിക്കല്ലേ ആരോട്? ഇവിടേക്കൊക്കെ ഉണ്ട് കേട്ടാ. ഇതിപ്പോ മറ്റേ ആനപ്പാമോ? ആനപ്പാർക്ക്. ആര്? ആനപ്പാർക്ക്. അതറാ മറ്റേ ഇതാണ് ഏറ്റവും പ്രായം കൂടിയ ആന തോന്നുന്നുണ്ട്. മനസ്സിലായി? കാരണം അതുകൊണ്ടല്ല, മറ്റേ മരത്തുമ്മ വേണ്ട തുന്നി ചാക്കിട്ടുള്ളത്, അതാ സ്കിന്ന് ആവാതിരിക്കാനാ. ഏറ്റവും കൂടി പ്രായം കൂടിയ ആന കേട്ടോ, താര. മിനിങ്ങന്ന് എല്ലാ ന്യൂസിലും ഉണ്ട്, ഏഷ്യാനെറ്റിലും മനോരമയിലും എല്ലാ ന്യൂസിലും ഉണ്ട്, എല്ലാ പേപ്പറിലും ഉണ്ടല്ലോ. അറിഞ്ഞില്ലേ? അത് ഇതല്ല, ഇത് രാജശേഖരൻ. ഇത് രാജശേഖരൻ, അത് ചന്ദ്രശേഖരൻ. കൊന്നതല്ലേ? 3 ദിവസമായിട്ടുള്ളൂ, കൂടുതലൊന്നും ആയിട്ടില്ല. അത് ഞാനില്ല അല്ലേ? ഇതല്ല, ഇത് രാജശേഖരൻ. ചന്ദ്രശേഖരനാണ് അല്ലേ? അല്ലട പിന്നെ ഈ ആനക്കോട്ട എങ്ങനെയായി എന്നുള്ളതൊക്കെ ഒന്ന് പറയണ്ടോ ഇവരോട്? ഇതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗുരുവായൂരിൽ എന്താ ആനയുടെ എണ്ണം 26 പിന്നെ സ്ഥലമില്ലേ, നോക്കാനും വഴിയില്ലാണ്ടായി. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നു പറയുകയാണെങ്കിൽ ഒരു 55 സംതിങ് തോന്നുന്നുണ്ട്. 1951 സംതിങ്ങിനകത്ത് കൊണ്ട് പറഞ്ഞേക്കണം. ആ ഒരു ടൈമിലാണ്, ഒരു 48 കൊല്ലത്തിനടുത്ത് ആയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ഈ പറഞ്ഞ 26 ആനയെന്നുണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ 26 ഇവിടെ അല്ല, മീൻസ് അവിടെ ഗുരുവായൂരുണ്ടായിരുന്നു ആ സമയത്ത് അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആനകൾ അപ്പോൾ നോക്കാനും സ്ഥലം കുറവാണ് ഇതിനെന്ന് തോന്നിയപ്പോൾ ദേവസ്വംകാർ എന്ത് ചെയ്തു, ഈ സ്ഥലം, അതായത് പുന്നത്തൂർ തറവാട്ടുകാരൻ ഈ സ്ഥലം, ഈ തറവാടും ഈ സ്ഥലവും അടക്കം 7 ഏക്കറും 75 സെന്റ് സ്ഥലം അതിനടുത്ത് ഉണ്ട് എന്നാണ് വെപ്പ്. 1.5 ലക്ഷം 2 ലക്ഷം രൂപ ആ സമയത്ത് കൊടുത്തിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. 1-2 ഇപ്പോൾ 26 നേരെ വന്ന് 41 ആനകളാണ്. അതിൽ നമുക്ക് കുറച്ച് ആനകൾ ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.